വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു 1-2 കണക്ക് ഞാൻ പിന്നെ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ കുഞ്ഞില്ലേ. അത് ഞാൻ സത്യത്തിൽ അങ്ങ് മറന്നുപോയി. നിങ്ങൾക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒക്കെ ഞാൻ നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ കണ്ടായിരുന്നു അത് ഇട്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പേജ് നമ്പർ 11 ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ മലയാളം ഒന്ന് നോക്കണേ. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് meter per second and travels along a straight line if the speed increase at the rate of a meter per second every second. The speed at time t second is ut at ആണ്. The speed at 1 second is 5 meter per second and at 5 second 13 meter per second. What is the rate at which speed is increasing? What was the starting speed? വല്ലോ മനസ്സിലായോ? ഇതൊരു കൊനഷ്ട പിടിച്ച ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കൊക്കെ എന്തോ ഇങ്ങനെയൊക്കെയുള്ളൂ. ഒന്നുകിൽ ആദ്യമേ ഇതിൻ്റെ ഒരു ചെറിയ സത്യത്തിൽ ഇത് ഫിസിക്സിൻ്റെ കണക്കാവും നിങ്ങൾ കേട്ടോ. ഫിസിക്സിൻ്റെ കണക്കെടുത്ത് നിങ്ങൾക്ക് ഈ മാത്സിലോട്ട് എടുത്തിട്ടേക്കുക. നമുക്ക് ഇക്വേഷൻ 2 എടുക്കണം, അതങ്ങ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കറക്റ്റ് ഫിസിക്സിൻ്റെ കണക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ കണക്ക് അറിയണമെന്നുണ്ടെങ്കിലേ നാണ്ടേ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം അല്ലേ. ആദ്യം ഇതൊക്കെ എന്താണെന്നൊന്ന് പഠിച്ചിട്ട് വേണം എങ്കിലേ നിങ്ങൾക്ക് ഇത് എന്തുവാണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ദൂരം കാണണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചോണേ കേട്ടോ. സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇനി ടൈം ഇതിൽ തന്നിരിക്കുന്ന, ഇനി ടൈമാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടൈം കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി സ്പീഡാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഈ ഒരു ഇക്വേഷൻ നല്ലതുപോലെ അറിയണം കേട്ടോ. ഇനി വി എന്നാൽ എന്താണ്, യു എന്നാൽ എന്താണ്, എ എന്നാൽ എന്താണ്, ടി എന്നാൽ എന്താണ്. വി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി. ഞാനിപ്പം എൻ്റെ കാർ കൊടുത്തോണ്ട് ഞാൻ അപ്പുറത്തെ ജംഗ്ഷന് വരെ പോവുക. അപ്പം ഞാൻ എപ്പോഴാണോ ആ കാർ എടുക്കുന്നത്, മനസ്സിലായോ, ആ എടുക്കുന്ന സമയത്തിന്, അതായത് ആദ്യ പ്രവേഗം എന്നൊക്കെ പറയും, ഫസ്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി എന്നതിന് പറയുന്നു. ആ എടുക്കുന്ന സമയം, അതിനാണ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് വണ്ടി കൊണ്ട് ഞാൻ നിർത്തുന്നത് എപ്പോഴാണോ അതിനെയാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ് യു എന്നും വി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നത്. ഇനി എ മീൻസ് ആക്സിലറേഷൻ, ത്വരണം എന്നൊക്കെ മലയാളം പറയും. ആക്സിലറേഷൻ, ടി മീൻസ് ടൈം, സമയം. അപ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്തുവാണെന്ന് മനസ്സിലായോ? ഇത് ഫിസിക്സ് ആണ് കേട്ടോ. കറക്റ്റ് ഫിസിക്സിലെയാണ്. ഡിസ്റ്റൻസ് എന്താണ്, ടൈം എന്താണ്, സ്പീഡ് എന്താണ്, ഈ വി യു എ ടി എന്ന് വെച്ചാൽ എന്താണ്, ആദ്യമേ അതങ്ങ് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് എ ആക്സിലറേഷൻ ആണ് കാണണമെന്നുണ്ടെങ്കിൽ വി മൈനസ് യു ബൈ ടി എന്ന ഇക്വേഷനിലാണ് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് 2 എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, പക്ഷേ ഈ ഇതേലെ കണക്ക് തരുമ്പോൾ ഇത് അറിയണം കേട്ടോ. എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ വി മൈനസ് യു ബൈ ടി. വി എന്താണ്, യു എന്താണ്, ടി എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം എ ടി, അപ്പം എ ഈസിക്കൽ ടു വി മൈനസ് യു ബൈ ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്ക് എന്ത് ചെയ്യണം, ഇത് മാത്സിൽ നമ്മൾ ചെയ്തതാണ്. എക്ക് ഡിനോമിനേറ്റർ ഇല്ല. അപ്പം നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ 1 എന്നിട്ട് കൊടുത്താൽ തന്നെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ അടിക്കാം. എ ഇൻറ്റു അല്ലേ, എ ഇൻറ്റു ടി വി മൈനസ്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പം ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇക്വേഷനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നാ, എ ടി ഈസിക്കൽ ടു വി മൈനസ് യു ആണ്. അപ്പോൾ വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനുവേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളതങ്ങ് എന്തോ വലിയ സംഭവമാണെന്നും വിചാരിക്കേണ്ട. കാരണം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്രയും കിടന്ന് ചിന്തിച്ച് കളയണ്ട. ഒരു സെക്കൻഡിൽ, ഇനി നമുക്ക് മലയാളം നോക്കിയാൽ, 1 സെക്കൻഡിൽ യു നോക്കണമെങ്കിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി, യു മീറ്റർ, യു എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ യു ഇനിഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ, തുടങ്ങുന്നത്. അതാണ് യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി. അവർ തന്നെ അതിൻ്റെ ക്ലൂ പറയുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ആക്സിലറേഷൻ ആണ്. ഓരോ സെക്കൻഡിലും എന്താണെന്ന് നമ്മൾ പഠിച്ചു, മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ അതിൻ്റെ വേഗം കൂട്ടി. ആക്സിലറേഷൻ, ഈ വണ്ടിയുടെയൊക്കെ ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേഗത കൂട്ടുകയല്ലേ, വേഗത കൂട്ടി. നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് റോഡ് അല്ലേ, നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ടി മീൻസ് എന്താ, സമയം. ടി സെക്കൻഡിലെ വേഗം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് യു പ്ലസ് എ ടി ആണ്.
ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡും, നമുക്ക് ഓരോന്നും സ്റ്റെപ്പായിട്ട് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തേത് നമുക്ക് തന്നില്ല. പിന്നെ പറയുന്നത് അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗമാണ്. കേട്ടല്ലോ, ടെസ്റ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ ഓരോ സെക്കൻഡ് നമ്മുടെ നോക്കിക്കേ, ഓരോ സെക്കൻഡ് വേഗം കൂടുന്നതിൻ്റെ നിരക്ക്, യാത്രയിലെ തുടക്കത്തിലെ വേഗം, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന നോക്കൂ നിങ്ങളെ, സ്പീഡ് ഇവിടെ നോക്കണേ. സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത് u+at ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. വേഗം, സ്പീഡ് അല്ലെ വേഗം കാണുന്നത് u+at ആണ്. അപ്പം നമുക്ക് എന്താ 0 സെക്കൻഡ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ 0 സെക്കൻഡിനെ നമ്മൾ u+at എന്ന് വെച്ച് കഴിഞ്ഞാൽ u എഴുതുക. u എന്ന് വെച്ചാൽ എന്താണ്, ഇനിഷ്യൽ, പ്ലസ് a ആക്സിലറേഷൻ ഇൻറ്റു ടി മീൻസ് ടൈം 0 സെക്കൻഡ് എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ 0 കേട്ടോ. ഇത് ഞാനങ്ങ് ചെയ്തിട്ട് തന്നതാണ്, എന്ന് വെച്ചാൽ 2-3 കണക്ക് നമുക്ക് ഉള്ളത് കൊണ്ട് കേട്ടോ. ഫസ്റ്റ് 0 സെക്കൻഡ് ആവും നിങ്ങൾ എടുക്കേണ്ടത്. 0 സെക്കൻഡ് എന്ന് വെച്ചാൽ u+at ആണെന്ന് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, u+at. അപ്പം u+at ഇവിടെ നമുക്ക് ടൈം ഏതാ 0 സെക്കൻഡ് ആയതുകൊണ്ട് u+at, ടിയുടെ അവിടെ 0 കൊടുക്കുക. അപ്പം u+a ഇൻറ്റു 0 എന്താ, ഏതൊരു സംഖ്യയെ 0 വെച്ച് ഇൻറ്റു ചെയ്താലും 0 ആണ് അല്ലേ. അപ്പം നമുക്ക് വേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, u+a ഇൻറ്റു 0 0 ആണ്. അപ്പം u+0 u. അപ്പം നമുക്ക് 0 സെക്കൻഡിൻ്റെ കിട്ടി. മനസ്സിലാക്കണേ, 0 സെക്കൻഡിൻ്റെ എങ്ങനെ u+atയുടെ ടി നമ്മൾ ടിയുടെ അവിടെ 0 കൊടുത്തു. അപ്പം നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ്, 1 സെക്കൻഡിലാണെങ്കിലോ അതും u+at, ടിയുടെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 1 ഇട്ട് കൊടുക്കുക. അപ്പം u+ എന്താ a ഇൻറ്റു 1 1a അല്ലേ. 1a എന്ന് നമ്മൾ പറയോ, ഒരു a അല്ലേ, u+a. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 0 സെക്കൻഡ് കിട്ടി, 1 സെക്കൻഡും കിട്ടി കേട്ടല്ലോ. ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്, ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം 5 മീറ്റർ. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സെക്കൻഡ് നമുക്ക് എത്ര കിട്ടിയത്, u+a അല്ലേ ഒന്നാമത്തെ കിട്ടിയത്, u+a. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിലെ എത്ര എന്നാ പറഞ്ഞത്, 5. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, നമുക്ക് ഈ ചാപ്റ്റർ ഇക്വേഷൻ 2 വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് മുതലേ കിടന്ന് ചെയ്യുന്നത് അല്ലേ. ഇത് ഇത്ര ഓക്കെ ആണോ നിങ്ങളെ? ഫസ്റ്റ് ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന്, അതായത് u+at ആണെന്ന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിയുടെ അവിടെ 0 ഇട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി 1 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിയുടെ അവിടെ 1 ഇട്ട് ചെയ്യുക. ഇനി 2 സെക്കൻഡ് ആണെങ്കിലും ആ ടിയുടെ അവിടെ 2 ഇട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്കിവിടെ 1 സെക്കൻഡ് കിട്ടിയപ്പം u+a എന്ന് കിട്ടി. അവർ പറയുന്നത് ഒന്നാമത്തെ സെക്കൻഡിലെ വേഗം, ഒന്നാമത്തെ നമുക്ക് കിട്ടി, അതിലെ വേഗം 5 മീറ്റർ കേട്ടോ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ 5 വരെ കിട്ടി, 5 മീറ്റർ. ഈ 5 വന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? u+a എന്ന് പറയുന്നത് 5 ആണ്. ഇത് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പെതുക്കെ മനസ്സിലാക്കി പോകുന്നത്. അതിനാണ് ഞാൻ ഈ ഒരെണ്ണമായിട്ട് അതങ്ങ് സെപ്പറേറ്റ് എടുത്തത് കേട്ടോ. കാരണം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതില്ല അല്ലേ, അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഓക്കെ നിങ്ങളെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അഞ്ചാമത്തെ സെക്കൻഡിൻ്റെ 5 മീറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം u+a എന്ന് പറയുന്നത് 5 ആണെങ്കിൽ അല്ലേ, u+a എന്ന് വെച്ചാൽ 5 ആണെങ്കിൽ 5 സെക്കൻഡ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്താ u+at ഇട്ട് ചെയ്യാം. 1 സെക്കൻഡ് എന്ന് പറയുന്നത് u+a, 0 സെക്കൻഡ് എന്ന് വെച്ചാൽ u. അപ്പം 5 സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ടിയുടെ അവിടെ 5 കൊടുത്താൽ പോരെ ഇല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്തേ. എത്ര 1 സെക്കൻഡ് ആയപ്പോൾ 1 കൊടുത്തു. അപ്പോൾ 5 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തു, ടിയുടെ അവിടെ 5 കൊടുത്തു. മനസ്സിലാക്കണേ. അപ്പോൾ ടിയുടെ അവിടെ a ഇൻറ്റു 5 എത്ര, 5a. മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ, 5a. അപ്പോൾ ഇതിനെ നോക്കിക്കേ, ഐഡൻറ്റിറ്റിയിലോട്ട് എങ്ങനെ മാറ്റും, 5a കിട്ടി. ഇനി അവർ പറയുന്നത് അഞ്ചാമത്തെ 5a വരെ കിട്ടി ഏതാണ്ട് 5a. ഇനി അഞ്ചാമത്തെ സെക്കൻഡിലെ വേഗം, ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ സെക്കൻഡിൽ 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സെക്കൻഡ് = 5. അടുത്ത അവർ പറഞ്ഞത് അഞ്ചാമത്തെ സെക്കൻഡിൽ 13 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അഞ്ചാമത്തെ സെക്കൻഡ് ഇവിടെ വരെ ചെയ്തിട്ട് അതെന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും കിട്ടി, 1ഉം 2ഉം കിട്ടി. സംശയമുണ്ടോ? 1ഉം 2ഉം വന്ന എങ്ങനെ, 5 - a വന്ന എങ്ങനെയാണെന്ന് സംശയമുണ്ടോ? u+5a = 13 വന്നതിന് സംശയമുണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ സമാധാനത്തെ എഴുതിയെടുക്കണേ. ഞാൻ ഒന്നുകൂടെ ചെയ്തു തരണോ? ഇനി ചെയ്യണോ? കാരണം ഇതിൽ തന്നെ പറയും 0 സെക്കൻഡ് ആയപ്പോൾ എയുടെ അവിടെ 0 ഇട്ട് ചെയ്യുക, 1 സെക്കൻഡ് ആയപ്പോൾ 0യുടെ അവിടെ 1 ഇട്ട് ചെയ്യുക. കാരണം u+at വെച്ചാണ് കേട്ടല്ലോ. ഇനി u+a എന്ന് വെച്ചാൽ ഒന്നാമത്തെ സെക്കൻഡിന് 5 എന്ന് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അഞ്ചാമത്തെ സെക്കൻഡിൽ 13 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ?
ഉണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമ്മൾ യു പ്ലസ് എ എന്ന് പറയുന്നത് നോക്കിയേ, യു പ്ലസ് എ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ യു ഈസിക്ക്, യു എന്ന് വെച്ചാൽ എന്താ, ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ, ആദ്യത്തേത്. യു എന്ന് പറയുന്നത് 5 ഇല്ലേ, 5 ഈക്വൽ കഴിഞ്ഞിട്ട് എഴുതുക 5, പിന്നെ ഈ പ്ലസ് എ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എ. ഓക്കെ ആണല്ലോ? യു നമുക്ക് കിട്ടി. യു എന്ന് പറയുന്നത് 5 - a എന്ന് കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അല്ലേ? ഒന്നാമത്തെ ഇക്വേഷൻ യു പ്ലസ് എ ഈസിക്കൽ ടു 5 ആണ് അല്ലേ? യു പ്ലസ് ഈസിക്കൽ ടു 5. രണ്ടാമത്തേന്ന് വെച്ചാലോ യു പ്ലസ് 5a ഈസിക്കൽ ടു 13 ആണ്. ഏതെങ്കിലും ഒന്നിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നോക്കിയേ, യു പ്ലസ് 5a ഈസിക്കൽ ടു, കാരണം യു നമുക്ക് കിട്ടി, യു പ്ലസ് 5a ഈസിക്കൽ ടു 13. അപ്പം ഈ ഐഡൻറ്റിറ്റിയിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ യു നമുക്ക് കിട്ടി. ഏതാ? യു എന്ന് പറയുന്നത് 5 - a ആണ്. അത് ഞാൻ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, ഇത് കാണുമ്പോൾ മനസ്സിലാവാത്തവർക്ക്. യു പ്ലസ് 5a എന്ന് നമുക്കിവിടെ കിട്ടി, അതിന് സംശയമൊന്നുമില്ല. ഈസിക്കൽ ടു 13 ആണെന്ന് കിട്ടി. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എത്ര ആണെന്നാണ് നമുക്ക് ദാണ്ട് ഇവിടെ കിട്ടിയത്, 5 - a. യു എവിടെ കണ്ടാലും അവിടെ 5 - a എന്ന് വേണം ഇടാൻ. 5 - a, യു എന്ന് പറയുന്നത് 5 - a. ഈ പ്ലസ് ആണ്, ഈ പ്ലസ് 5a ഈസിക്കൽ ടു 13. ഓക്കെ ആണല്ലോ? ഇനി ഈ 5നെ അതുപോലെ എഴുതുക, 5 - a പ്ലസ് 5a. ഡിഫറൻ്റ് സൈനാണ് അല്ലേ? ഡിഫറൻ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം. 5a നിന്നും 1a പോയാൽ 4a. അറിയാവേ? മൈനസും പ്ലസും ഡിഫറൻ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം. നമ്മൾ പഠിച്ചതാ അല്ലേ? കുറച്ചു. അപ്പോൾ 4a ഈസിക്കൽ ടു 13. ഓക്കെ, വേരിയബിളിനെ ഫസ്റ്റ് കൊണ്ടുപോകാം. 4a ആണ് ഇവിടുത്തെ വേരിയബിൾ. 4a ഈസിക്കൽ ടു, ഈക്വൽ കഴിഞ്ഞിട്ട് 13. ഈ 5 പോസിറ്റീവാണ്, ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പോൾ -5 ഈസിക്കൽ ടു 13 നിന്ന് 5 പോയാൽ 8. അപ്പം 4a ഈസിക്കൽ ടു 13 - 5 ഈസിക്കൽ ടു 8 ആണെങ്കിൽ a ഈസിക്കൽ ടു 8/4 ഈസിക്കൽ ടു 2 m/s. അപ്പോൾ a നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയല്ലോ. ഇനിയും ചെയ്യാമല്ലോ. അപ്പോൾ യു ഈസിക്കൽ ടു എന്താ, 5 ഫസ്റ്റ് ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റാം അല്ലേ? യു ഈസിക്കൽ ടു എന്ത് ചെയ്യാം, നമുക്കിവിടെ കിട്ടി. യു എന്ന് പറയുന്നത് 5 - a ആണെങ്കിൽ, യു എന്ന് പറയുന്നത് 5 - a ആണെങ്കിൽ യു ഈസിക്കൽ ടു എയുടെ വില നമുക്ക് കിട്ടി അല്ലേ? യു ഈസിക്കൽ ടു 5 - എയുടെ അവിടെ ഈ 2 കൊടുക്കുക, 2 ഈസിക്കൽ ടു എന്താണ്, യുടെ വിലയെ നമുക്ക് കിട്ടി. അപ്പോൾ ഏതാ യുടെ, ഇവിടെ നോക്കിയാൽ 5 - a ആണ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഇത് വെച്ചിട്ട് നമ്മൾ യുയുടെ യു എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ ഈ വില വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ എയും കിട്ടി. യു മീൻസ് എന്താ, ഇനിഷ്യൽ, ആദ്യമേ നമ്മൾ പോയത് എത്രയാണ്, ഓരോ സെക്കൻഡും വേഗത കൂടുന്നത്. നമ്മളോട് ചോദിച്ചത് ആദ്യമേ നമ്മൾ എടുത്തത് യു 3 m/s യു മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ വെലോസിറ്റി കേട്ടോ. എ മീൻസ് ആക്സിലറേഷൻ 2 m/s. ഇതൊക്കെ എയും യു ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതേലെ കണക്കൊക്കെ ആയതുകൊണ്ടാവും നിങ്ങളെ ഞാനിത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിയിട്ടത്. ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഇതേപോലത്തെ ഒരു കണക്കും കൂടി ഉണ്ട്, അതായത് പേജ് നമ്പർ 18. ഞാൻ കമൻറ്റ് കാണുന്നുണ്ടോ നിങ്ങളെ കേട്ടോ. ഒരു ഏതായിരുന്നു പേരങ്ങ് പറഞ്ഞു, ഞാൻ എപ്പോഴും അത് ഓർത്ത് വെച്ചേക്കുകയും ആ കമൻറ്റ്, ആ കുട്ടി എനിക്ക് മിക്കവാറും എല്ലാ കമൻറ്റും ഞാൻ ഓരോരുത്തരെയും കമൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്ലാസ് കാണുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും കമൻറ്റ് ഞാൻ അന്നേരം നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിചാരം ഞാൻ പിന്നെ എപ്പോഴേലും എഴുതാം, പക്ഷേ സ്പോട്ടി എനിക്ക് ഞാൻ റിപ്ലൈയും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, പേജ് നമ്പർ 18 5ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇത് ഇച്ചിരി കട്ടിയായിട്ടായിരുന്നു അല്ലേ? മറ്റേതുപോലെ തന്നെ ഒരുമാതിരി. എനിക്ക് ഈ കണക്ക് സത്യം പറഞ്ഞാൽ ഈ ഫിസിക്സിൽ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നുണ്ടല്ലോ, എളുപ്പം ഓക്കെ ആ സംഭവം, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തോ എനിക്കറിയില്ല, എനിക്കിഷ്ടമല്ല. എനിക്കല്ലാത്ത മാത്സിലേക്ക് കണക്കുകളാണ് ഇഷ്ടം. പൊതുവേ ഈ വെലോസിറ്റിയുടെ കണക്കുകളൊക്കെ കൊള്ളാം, പക്ഷേ അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ, നോക്കൂ നിങ്ങൾ 5ാമത്തെ. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് a m/s and travels along a straight line. If a speed increase at the rate of a m/s every second, the distance traveled the time t second is ut plus 1/2 at square. നമുക്ക് എല്ലാത്തിനും എന്താണെന്നറിയാം, അവർ തന്നെ നമുക്ക് ഇക്വേഷൻ ഒക്കെ തരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് അങ്ങ് എടുത്തങ്ങ് ചെയ്താൽ മതി. The distance traveled in 2 seconds is 10 meter and the distance traveled in second is 28 meter. 2 seconds is 10 meter. ഇതിനകത്തിലെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ട്രാവൽഡ് ഇൻ സെക്കൻഡ് 28. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്?
അല്ല മനസ്സിലായോ? അതായത് അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്, യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി. നമ്മൾ പറഞ്ഞത് യു എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം. ഒരു വണ്ടി എൻ്റെ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, നമ്മളിപ്പോൾ ഒരു വണ്ടി, നിങ്ങളിപ്പോൾ ഒരു ബൈക്കോ സ്കൂട്ടറോ എന്തെങ്കിലും ആയിക്കോട്ടെ എടുത്ത് വീട്ടിൽ നിന്ന് ആ തുടങ്ങത്തില്ലേ, എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് യു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി, മുമ്പത്തെ കൂട്ട് തന്നെ ഓരോ സെക്കൻഡിലും മുമ്പ് നമ്മൾ 0 കണ്ടു, 1 കണ്ടു, 5 കണ്ടു, അങ്ങനല്ലേ. ഇവിടെ ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു, ഏതെങ്കിലും ഒരു വണ്ടിയോ വസ്തു എന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു പ്ലസ് 1/2 അതെ ഇത് തന്നിട്ടുണ്ട്. യു പ്ലസ് 1/2 AT² നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നോക്കുമെങ്കിൽ ആദ്യം നമുക്ക് അത് പഠിക്കാം. നോക്കിയേ, ഒരു വസ്തു 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വസ്തു നമുക്ക് മുമ്പേ അതുപോലെ അല്ലായിരുന്നോ അല്ലേ? മുമ്പ് നമുക്ക് എന്താ സ്പീഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, U+AT വെച്ചാണ് ചെയ്യാൻ പറഞ്ഞത്, U+AT. ഇത് അതുപോലെ ഒരു വസ്തു 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, UT + 1/2 AT² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം UT + 1/2 AT² ആണെങ്കിൽ 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം നോക്കണേ 2 സെക്കൻഡ്. അപ്പോൾ എന്താ അവിടെ ഈ ടിയുടെ അവിടെ 2 കൊടുത്താൽ പോരെ, മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ്, ഇക്വേഷൻ നോക്കി ചെയ്താൽ മതി. മറ്റേത് U+AT ആയിരുന്നു ചെയ്യേണ്ടത്, ഇത് UT + ½ AT² ആണ്. അപ്പോൾ നോക്കിയേ, ടി എവിടൊക്കെ വരുന്നോ നോക്കിയേ 2 സെക്കൻഡാണ് നിങ്ങൾ കേട്ടോ, 2 സെക്കൻഡാണ്. 2 സെക്കൻഡ് ആകുമ്പോൾ ടി എവിടൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യുക, 2 ഇട്ട് കൊടുക്കുക. എവിടൊക്കെ സെക്കൻഡിൽ ഇത് 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽഡിങ് 2 സെക്കൻഡാണ്. അപ്പോൾ എത്രയാണോ സെക്കൻഡ് കൊടുക്കുന്നത് അവിടെ എല്ലാം എന്ത് ചെയ്യുക, എത്രയാണോ കൊടുക്കുന്നത് അത് എഴുതുക. ഇവിടെ നമ്മൾ UT + ½ AT² ആയതുകൊണ്ട് UT വരുന്നുണ്ട്, AT വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ U × 2 സെക്കൻഡ് ആയതുകൊണ്ട് T + 1/2 × A × 2² എല്ലാം 2 എന്ന് മനസ്സിലാക്കണേ. ടി എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അപ്പോൾ UT + 1/2 × A × 2². ഓക്കെ, ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരത്തിന് നമ്മൾ 10 മീറ്ററിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 ക്വസ്റ്റ്യനിലുണ്ട് 2 സെക്കൻഡിൽ 10 മീറ്റർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇക്വേഷനും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, UT + ½ AT² എന്ന് പറയുന്നുണ്ട്. മുമ്പേ അതുപോലെ ആയിരുന്നു ഇക്വേഷൻ തന്നിട്ടുണ്ട്, U+AT കേട്ടല്ലോ. ഇനി ടി എവിടെ വരുന്നോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 സെക്കൻഡല്ലേ, അപ്പോൾ 2 ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ U + 2 + ½ × A + 2². U + 2 എന്ന് വെച്ചാൽ 2U കേട്ടോ, ½ × A × 2² എന്ന് വെച്ചാൽ 4. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 2U + ½ × A + 4 എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ റഫായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ. ½ × A + 4² എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, 4 അല്ലേ, അതെ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 4ഉം അല്ലേ, 4 2-നകത്തിൽ എത്ര വട്ടം വരും, 2 വട്ടം. മനസ്സിലാക്കണേ, 2 ഒന്നുകൂടെ പറയണോ, ½ × A + 4 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം താഴെ 2ഉം മുകളിൽ 4ഉം വന്ന് അല്ലേ, അപ്പോൾ അത് വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ 2 2 4 അപ്പോൾ 2 കേട്ടോ. അപ്പോൾ 1 × A × 2 എന്ന് വരും. അപ്പോൾ 1 × A × 2 2A, ആ 2A ആണ് ഈ 2A. 2U + 2A = 10. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഐഡൻറ്റിറ്റി ഇക്വേഷൻ കിട്ടി. ഐഡൻറ്റിറ്റി അല്ല, ഇക്വേഷൻ കിട്ടി. ഓക്കെ ആണോ? അടുത്ത നമ്മളോട് ചോദിച്ചു നോക്കിയേ, 4 സെക്കൻഡ് 28 എന്ന് തന്നിട്ടുണ്ട്. എത്ര നോക്കിയേ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4 സെക്കൻഡ് സഞ്ചരിച്ച ദൂരം. അപ്പോൾ എന്താ, ഈ ടി എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ? മുമ്പത്തെ ഇത് തന്നെയാണ് ചെയ്യാൻ എളുപ്പമല്ലോ കേട്ടോ, അറിയാവുന്നവർക്ക് എളുപ്പമാണ്. അതായത് ടി ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യുക, ഈ ഇത് കൊടുക്കുക, 4 കൊടുക്കുക. അപ്പോൾ U + T 4 ആണ്, +½ × A × 4². അതും എന്താണ്, 4² എന്ന് വെച്ചാൽ 16. 16ഉം 2ഉം കൂടെ വെട്ടിപ്പോവും. അപ്പോൾ എത്ര, 8. 8 2 അല്ലേ 16. അപ്പം 1 × A × 8 8A, ആ 8A ആണ് ഇത്. അപ്പം നമുക്ക് 2 ഇക്വേഷനും കിട്ടി. 2 ഇക്വേഷൻ കിട്ടുമെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ, അല്ലേ? നമ്മൾ കുറേ ചെയ്താൽ എന്താ, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. നോക്കിക്കേ,
ഇവിടെ ഫസ്റ്റ് നമ്മൾ എപ്പോൾ ഇക്വേഷൻ എടുക്കുമ്പോഴും ഫസ്റ്റ് നോക്കിക്കേ ഒരേപോലെ ആണോ അല്ലെ ഒരേപോലെ ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരേപോലെ ആക്കാൻ പറ്റുമോ നോക്കിയേ, ഒന്ന് 2 ആണ്, ഒന്ന് 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ആ ചെറുതിനെ വലുതാക്കാൻ പറ്റുമോ, പറ്റുമല്ലോ. 2നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 വരും അല്ലേ. അപ്പോൾ 2 ഒരാൾക്ക് മാത്രമല്ല, ആ 3 പേർക്കും കൊടുക്കണം. നോക്കിയേ, 2uനും കൊടുക്കണം 2, 2aക്കും കൊടുക്കണം 2, 10നും കൊടുക്കണം 2. ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതി വെച്ചതാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ചെറുത് 2 അല്ലേ, ഇവിടെ 4ഉം 2ഉമാണ്. അപ്പം ചെറുതിനെ എന്താക്കണം, വലുതാക്കാൻ വേണം എന്ന് വെച്ചാൽ ഒരേപോലെ ആക്കണം, വെട്ടിക്കളയണ്ടേ. അതിന് ഒരേപോലെ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 2 ആണ്, 2ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടി. ആ 2 നമ്മൾ എടുത്ത എത്ര ആണോ അത് എല്ലാവർക്കും കൊടുക്കണം, അടുത്ത ആക്കും കൊടുക്കണം, അടുത്ത ആക്കും കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ 2 എല്ലാവർക്കും കൊടുത്തപ്പോൾ നമുക്ക് 4u + 4a = 20 കിട്ടി കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി കാണുമല്ലോ. 4u എന്ന് വെച്ചാൽ 2u × 2 4u + 4a = 20. മനസ്സിലായോ? അപ്പോൾ 2 നമുക്ക് കിട്ടിയേ. ഇനി എന്തോ ചെയ്യണം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അല്ലേ. നോക്കിയേ 4u, നോക്കിയേ ഒരേപോലെ വന്ന 4u, 8aയും 4a കുറച്ചാൽ 4a, 28 20 പോയാൽ 8. അപ്പോൾ 4a = 8 ആണെങ്കിൽ a = 8/4 = 2. a കിട്ടി 2. അപ്പം നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഒന്നാമത്തെ ഏതായിരുന്നു, 2u + 2a = 10 ആണ് ഫസ്റ്റ് ഐഡൻറ്റിറ്റി. എപ്പോഴും ഐഡൻറ്റിറ്റിൻ്റെ ഒരു സോറി നിങ്ങളെ, ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. 2u + 2a = 10 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതിനകത്തിലോട്ട് നമ്മൾ എയുടെ വിലയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 നോക്കിയാൽ ചെയ്യുമ്പം 2 ഇൻറ്റു നോക്കി എ എവിടെ വരുന്നോ അവിടെ 2 ഇട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3 m/s കിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈക്വലിന് അപ്പുറത്തൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ +4 -4 ആവും കേട്ടോ. 4u ആണ് കുഞ്ഞുങ്ങളെ, 24 എന്നൊന്നും വിചാരിക്കല്ലേ. 4u കേട്ടോ, 2u 24 എന്നൊന്നും വിചാരിക്കല്ലേ, u. ഓക്കെ, അപ്പോൾ ഇവിടെ യുവും കിട്ടി എയും കിട്ടി. യു എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, ഇനിഷ്യൽ പോയിന്റ് ആണ് യു. അത് നമുക്ക് 3 m/s കിട്ടി. റേറ്റ് ഓഫ് സ്പീഡ് നമ്മളോട് ചോദിച്ചു, അത് ആക്സിലറേഷൻ ചോദിച്ചു, അത് ഈ 2ഉം കിട്ടി കണ്ടോ, 2ഉം കിട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഒരു കണക്കൂടെ നമ്മൾ ചെയ്യാനുണ്ട്, അതായത് പേജ് നമ്പർ 7 നോക്കണം കുഞ്ഞുങ്ങളെ, ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതുകൂടെ അങ്ങ് ചെയ്തേക്കാം. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ 2 മടങ്ങും, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ എന്തൊക്കെയാണ്? നല്ലപോലെ ഒന്ന് നോക്കിയോ നിങ്ങൾ, ഇതുവരെ പഠിച്ച രീതി വല്ലതും ഉണ്ടോ നോക്കിയേ. ഒരു വെറൈറ്റി ചോദ്യം, ഇച്ചിരിയേ ഉള്ളെങ്കിൽ ഒരു വെറൈറ്റി ചോദ്യം കേട്ടോ. 2 സംഖ്യകളിൽ ഏതോ 2 സംഖ്യ ഇല്ലേ, അപ്പം നമ്പർ x y എന്ന് കൊടുക്കാം, ഏതോ 2 സംഖ്യ. അതിൽ ആ സംഖ്യയോട് എന്ന് വെച്ചാൽ x + y എന്ന് പറയുന്ന സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ, ഇപ്പം നമ്മൾ ഫസ്റ്റ് സംഖ്യ x എന്ന് കൊടുക്കാം, ആ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ നോക്കണേ നിങ്ങൾ, 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏതാ? ഒന്നാമത്തെ സംഖ്യ എക്സും രണ്ടാമത്തെ സംഖ്യ വൈയുമാണ്. ഒന്നാമത്തെ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ എന്ത് ചെയ്തു? കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 മടങ്ങ്. രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങ്. എന്തുവാ അല്ലേ? വല്ല മനസ്സിലായോ കുഞ്ഞുങ്ങളെവിടെ? നമുക്കറിയില്ല, എക്സ് വൈ എന്നുള്ള പേര് കൊടുത്തു. 2 സംഖ്യകൾ നമുക്കറിയാൻ വയ്യാത്തന്നെ എക്സ് വൈ എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയെ എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ വൈ എന്നും അല്ലേ പറയുന്നത്. ഈ ആദ്യ സംഖ്യയോട് 11 കൂട്ടി കണ്ടോ, ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യ വൈ അല്ലേ, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് ഇങ്ങോട്ട് കൊടുത്താൽ മതി. 2 × y അല്ലെ, 2y കേട്ടോ. രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും. മനസ്സിലാക്കണേ. ഓക്കെ ആണോ? 2 വന്ന് എങ്ങനെ? 2 മടങ്ങ്, രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കണ്ടോ, അങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഒന്ന് കൺവേർട്ട് ഒന്ന് മാറ്റിയേ. എക്സ് + 11 = 2y ആണെങ്കിൽ ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് നമ്പർ എക്സ് മൈനസ് ഈ എന്താ 2y ഇങ്ങ് പൊക്കി എടുത്തോണ്ട് വന്നു കേട്ടോ. എക്സും വൈയും കൂടെ എടുത്തു. ഈ 2y ഇങ്ങ്, അതായത് പോസിറ്റീവ് 2y ഇങ്ങ് വന്നപ്പോൾ നെഗറ്റീവ് 2y ആക്കി മാറ്റി. ഈക്വലിന് അപ്പുറത്തുനിന്ന് ഇങ്ങ് എടുത്തോണ്ട് വന്നു. = +11 ഇങ്ങ് വന്നപ്പം -11 ആയിട്ട് മാറ്റി. അപ്പം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തേതിനോട്, രണ്ടാമത്തെ ഏതാ? വൈ. ഒന്നാമത്തെ എക്സും രണ്ടാമത്തെയും. രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ, ഒന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. ഈ 2 മടങ്ങ് എന്ന് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ, ഒന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്
രണ്ടാമത്തെ സംഖ്യയോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്. കണ്ടല്ലോ, അതും കിട്ടി. ഇനി അതിനെ എന്ത് ചെയ്യണം? ഇക്വേഷനിലോട്ട് മാറ്റണം. എങ്ങനെ എഴുതാം? എക്സ് വേണ്ട, ആദ്യം വരാം. അപ്പോൾ 2x ഈക്വൽ ഇപ്പുറത്ത് കിടക്കുക. നമ്മൾ എക്സ് വൈ എന്നല്ലേ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഇക്വേഷനിലോട്ട് മാറ്റാൻ ഈ എക്സിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. 2x ആണ്, അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഈക്വൽ ഇവിടെ -2x ആയി. എക്സ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? വൈ ആണ്. ഈ വൈ എഴുതി ഈസിക്കൽ ടു. അപ്പോൾ ഈ 20 ഇവിടെ പോയി ഇപ്പുറത്ത് പോകുമ്പോൾ -20. അപ്പോൾ നമുക്ക് രണ്ടാമത്തതും കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഇവിടെ കിട്ടി. ഫസ്റ്റ് നോക്കിയേ, ഒന്ന് 2x ആണ്, ഒന്ന് എക്സും ഒന്ന് 2xുമാണ്. രണ്ടും ഒരുപോലെയാണോ? നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിനെ അങ്ങ് 2x ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? 2h ചെയ്യുമ്പോൾ 2x കിട്ടുമല്ലോ. രണ്ടിനെ ഒരുപോലെ ആക്കണ്ടായോ? അങ്ങനല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? എക്സും 2xുമാണ്. അപ്പോൾ എക്സിനെ നമ്മൾ 2x ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 2 വെച്ച് ഇൻറ്റു ചെയ്യണം. ഇനി അത് ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, എന്താ എല്ലാവർക്കും കൊടുക്കണം 2 അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 2 2x, എക്സ് 2y ഇൻറ്റു 2 4y, 11 ഇൻറ്റു 2 22. സൈൻ വന്നതൊക്കെ അറിയാവേ, അതിൻ്റെ തന്നെ സൈനുകളാണ് പറക്കിയിട്ടേക്കുന്നത്. അടുത്ത എന്താ? ഇത് അതുപോലെ തന്നെ എഴുതുക. ഇനി കുറയ്ക്കാം. 2x നിന്ന് -2x, അതായത് ഡിഫറൻറ്റ്. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ്. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കണം 0. ഇവിടെ നോക്കിയാൽ ഡിഫറൻറ്റ് സൈനാണ് വന്നിരിക്കുന്നത്. -4y നിന്ന് ഒരു y പോയി കഴിഞ്ഞാൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക 3y. 22 നിന്ന് 20 പോയാൽ 22. ഓക്കെ, ഒരേ സൈനാണ്. ഇത് ഡിഫറൻ്റ് അല്ല, ഒരേ സൈനാകുമ്പോൾ കൂട്ടുക ചെയ്തത് കേട്ടോ. അത് തെറ്റിപ്പോലെ ഒന്നുമില്ല. ഇവിടെ നോക്കിയേ, ഇത് സൈനൊന്നും തന്നില്ല, അതിൻ്റെ അർത്ഥം പോസിറ്റീവാണ്. ഇവിടെ ഒരേ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക, ഒരേ സൈൻ വന്നാൽ കൂട്ടുക. അപ്പോൾ 22ഉം 20ഉം 42, മൈനസും മൈനസും മൈനസ് തന്നെ. അപ്പോൾ y ഈസിക്കൽ ടു -42 ബൈ -3 ഈസിക്കൽ ടു -, ഡിവൈഡ് -+14 വരും. അപ്പോൾ y നമുക്ക് കിട്ടി. y 14 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി. ഒന്നാമത്തെ നോക്കി, x - 2y ഈസിക്കൽ ടു 11. അതിനകത്തിലോട്ട് നമുക്ക് വൈയുടെ വിലയിട്ട് ചെയ്യാം. x - 2 ഇൻറ്റു y ഈസിക്കൽ ടു 11. -11 ആ y അവിടെ എന്ത് കൊടുക്കണം? 11 കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എത്ര? 17. x എത്ര കിട്ടി? 17 കിട്ടി. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. എക്സും കിട്ടി, വൈയും കിട്ടി. ഇപ്പം മനസ്സിലായോ? എക്സ് എന്ന് പറയുന്നത് 17ഉം വൈ എന്ന് പറയുന്നത് 14. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളെല്ലാ കണക്കും കേട്ടോ എന്താ ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ 1-2 വട്ടം എന്നോടൊരു കുട്ടി പേര് ഞാനങ്ങ് മറന്നു പോയതാ, അടുത്ത പ്രാവശ്യം ഞാൻ ആ പേര് പറയുന്നില്ല. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളും എക്സർസൈസ് ക്വസ്റ്റ്യനുകളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ.